Western Group of Companies and Ye1 Coatings Private Limited. നമസ്കാരം, ഏവർക്കും എയിമ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദീപ്തി നായർ. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. എയിമ ന്യൂസിന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ച് ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ. വയനാട്ടിലെ ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുന്നതിൽ എയിമ പ്രവർത്തകർ കാണിക്കുന്ന ആവേശത്തെയും ശ്രീ ഗോകുലം ഗോപാലൻ എടുത്തു പറഞ്ഞു. എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്നപദ്ധതിയായ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ സെപ്റ്റംബർ എഡിഷൻ എയിമ ഹരിയാന ഘടകം ഗുരുഗ്രാമിൽ നടപ്പിലാക്കി. എയിമ ഒഡീഷ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ആവശ്യക്കാർക്ക് ഭക്ഷണം പരിപാടി ഗാന്ധിജയന്തി ദിനത്തിൽ ഭക്ഷണ വിതരണം നടത്തി ആചരിച്ചു. എയിമ തമിഴ്നാട് ഘടകത്തിന്റെ സെപ്റ്റംബർ മാസത്തിലെ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി പട്ടിണമ്പാക്കത്തുള്ള സീനിയർ കെയർ സെന്ററിൽ ഭക്ഷണ വിതരണം നടത്തി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ 3ാം ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഒക്ടോബർ 1 നടന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പൂർവ്വമേഖല സമ്മേളനം കൊൽക്കത്തയിൽ നടന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. എയിമ പഞ്ചാബ് ഘടകത്തിന്റെ യോഗം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 29 ലുധിയാനയിൽ വെച്ച് നടന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തമിഴ്നാടിന്റെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങളോടെ ഗാന്ധിജയന്തി ആഘോഷിച്ചു. എയിമ ഒഡീഷ ഘടകത്തിന്റെ വിമൻസ് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തി. ഇന്ദിരാപുരം ഗ്രേസ് കെയർ ഹോമിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്ന സംരംഭവുമായി എയിമ അംഗസംഘടനയായ മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ നോയിഡ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. എയിമ മധ്യപ്രദേശ് ചാപ്റ്ററിന്റെയും മണ്ഡി ദ്വീപ് മലയാളി അസോസിയേഷന്റെയും സംയുക്ത ഓണാഘോഷ പരിപാടികൾ ആഘോഷപൂർവ്വം നടത്തി. എയിമയുടെ അംഗസംഘടനയായ ബിവാടി മലയാളി സമാജം ഓണം ആഘോഷിച്ചു. എയിമയുടെ അംഗസംഘടനകളായ 10ഓളം സംഘടനകൾ കഴിഞ്ഞ ആഴ്ചകളിൽ വിവിധ വേദികളിലായി വിവിധ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. കൂടുതൽ വിവരങ്ങൾ വിശദമായ വാർത്തകളിൽ. എയിമ പടിഞ്ഞാറൻ മേഖലാ യോഗം ഗുജറാത്തിലെ വഡോദരയിൽ നടന്നു. വയനാട് ദുരിതബാധിതർക്ക് വീട് നൽകുമെന്ന തീരുമാനം കൂടുതൽ സാമൂഹിക സംരംഭങ്ങൾ വിപുലീകരിക്കാനും യോഗം തീരുമാനിച്ചു. കൊയിലാണ്ടി കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി സോഷ്യൽ സർവീസ് അവാർഡുകൾ ശ്രീ ജേസൺ ജോസഫിനും ശ്രീ ജയരാജ് നായർക്കും. വയനാട് ദുരിതബാധിതർക്ക് അർഹമായ സഹായം എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യപ്പെടാൻ കേരള സർക്കാർ. തമിഴ്നാട് പ്രവാസി ക്ഷേമ ബോർഡ് കമ്മീഷണർ ശ്രീ ബി കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള 4അംഗ സംഘം തിരുവനന്തപുരത്തെ നോർക്ക് സെന്റർ സന്ദർശിച്ചു. പ്രവാസികൾക്കായുള്ള വിവിധ പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക എന്നതായിരുന്നു ഉദ്ദേശ്യം. UAE അബുദാബിയിൽ നഴ്സിംഗ് ഒഴിവുകളിലേക്ക് നോർക്ക് റൂട്ട്സ് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അർഹതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം നടത്താൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പുതിയ സംഘത്തെ രൂപീകരിച്ചു. മെറ്റ പ്ലാറ്റ്ഫോമുകളുടെ ഓഹരിവില കുതിച്ചുയർന്നതോടെ മാർക്ക് സക്കർബർഗ് ഇതാദ്യമായി ലോക സമ്പന്നരിൽ 2ാം സ്ഥാനത്തെത്തി. യൗവനം വാഗ്ദാനം ചെയ്ത് വൃദ്ധരെ കബളിപ്പിച്ചു, ദമ്പതികളെ പോലീസ് തിരയുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾ അരങ്ങു തകർക്കുന്നു. Western Group, India's leading industrial corporation, your dependable partner towards growth.
Established in 2001, we are committed to quality, trust, and innovation. At Western, we constantly strive to upgrade our processes and services, incorporating international developments to offer world-class products. Our product range is versatile and robust, including cutting-edge electrical panels, industrial heavy electrical equipment, supermarket racking solutions, and manufacturing of stainless steel wall flanges, all designed with precision and quality. With 20 years of experience, Western's vision is to earn customer trust and delight, tirelessly serving consumers to the best of our abilities. എയിമ ന്യൂസിന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ച് ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ. വയനാട്ടിലെ ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുന്നതിൽ എയിമ പ്രവർത്തകർ കാണിക്കുന്ന ആവേശത്തെയും ശ്രീ ഗോകുലം ഗോപാലൻ എടുത്തു പറഞ്ഞു. എയിമ ന്യൂസിന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ച് ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ. വയനാട്ടിലെ ദുരിതബാധിതരുടെ കണ്ണീരൊപ്പുന്നതിൽ എയിമ പ്രവർത്തകർ കാണിക്കുന്ന ആവേശത്തെയും ശ്രീ ഗോകുലം ഗോപാലൻ എടുത്തു പറഞ്ഞു. തന്റെ വീഡിയോ സന്ദേശത്തിലൂടെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന എയിമയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയ അദ്ദേഹം, വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിൽ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനൊപ്പം പ്രവർത്തിക്കുന്ന എയിമ പ്രവർത്തകരും അതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായി പറഞ്ഞു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് ആദ്യം വീടുകൾ സമ്മാനിക്കേണ്ടത് നമ്മളായിരിക്കണമെന്നും അതിനായി എയിമ പ്രവർത്തകർ കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രിയമുള്ള സഹപ്രവർത്തകരെ, എയിമിലെ പ്രസിഡന്റ് എന്ന രീതിയിൽ ആദ്യമാണ് ഈ എയിമ ന്യൂസിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത്. വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് എയിമ ന്യൂസ് മാറിയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വിശദമായി മനസ്സിലാക്കി അത് എയിമയിലെ മറ്റ് സഹപ്രവർത്തകരെ അറിയിക്കുന്നതിൽ വളരെ ഒരു വിജയകരമായ ഒരു നേട്ടമാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഒന്നത്. രണ്ടാമത്, നമ്മുടെ എയിമ എന്ന് അറിയുന്നത് നമ്മുടെ മലയാളികളൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ കൂടി നമ്മൾ പ്രമുഖരായ പല ആളുകളെയും കണ്ടുപിടിച്ച് അവരെ നമ്മുടെ മലയാളികളെ, അതായത് വളരെ വിഷമിക്കുന്ന ആളുകളെ സഹായിക്കുന്ന ഒരു സംസ്കാരം, അതാണ് നമ്മളെ എയിമയുടെ ലക്ഷ്യം. ആ വിഷയത്തിൽ എയിമ 100% വിജയിക്കുന്നുണ്ട് എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. കാരണം എല്ലാവരും തന്നെ ഇപ്പോൾ അടുത്ത കാലത്തായി വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തന രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വലിയയിടത്തിലായാലും പ്രവർത്തകരുടെ രീതിയിലായാലും അല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് ലെവലായാലും എല്ലാ രീതിയിലും നല്ല ഒരു സഹകരണവും നല്ല പ്രവർത്തനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളെ സഹോദരിമാർ വയനാട്ടിലെ 1000-ഓളം പേരുകൾ നമ്മൾ നഷ്ടപ്പെട്ടപ്പോൾ എന്തൊരു വേദനയോടുകൂടിയാണ് നമ്മളത് എടുത്തതെന്നും അതിന്റെ പ്രതികരണമായിട്ടാണ് നമ്മൾ 25 വീടുകൾ കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഗോകുലം എയിമയുടെയും ഗോകുലം ഗ്രൂപ്പിന്റെയും ഒരു സഹകരണത്തോടെയാണ് അത് ചെയ്യുന്നത്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എയിമക്ക് അതിൽ വലിയ സ്ഥാനം ഉണ്ട്. കാരണം ഇത്രയും കാര്യങ്ങൾ 25 വീടുകൾ വെട്ടിക്കൊടുക്കുക എന്നത്, ആ മനോഭാവം ഉണ്ടായത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ അത് എല്ലാവർക്കും, ആരും ഏത് ഗവൺമെന്റ് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എയിമ ആദ്യം തന്നെ കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത്. അതിന്റെ പേരിൽ അത് തീർച്ചയായും എന്റെ സ്ഥലം എടുത്തു കഴിഞ്ഞു, അതിന്റെ പ്ലാൻ കൊടുത്തു കഴിഞ്ഞു. പ്ലാൻ ഇത് 25 വീടിന്റെ പ്ലാനായതുകൊണ്ട് അത് ഗവൺമെന്റ് കുറച്ച് നിർത്തിവെക്കുന്നതല്ല, അവർ വന്ന് കുറച്ച് ദിവസങ്ങൾ എടുക്കും, അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അതിന് വേണ്ടപ്പെട്ട ആള് അതിൽ പോയി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൊടുക്കുന്നതിന്റെ ആദ്യം തന്നെ നമുക്ക് ഈ വീടുകൾ നൽകണമെന്ന വലിയ ആഗ്രഹമുണ്ട്. പ്രസിഡന്റ് എന്ന രീതിയിലും അത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സഹപ്രവർത്തകരും, പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറിയിൽ വലിയ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും തന്നെ ഓരോരുത്തർ ഞാൻ പറയുന്നില്ല, എല്ലാവരുടെ ഈ കൂട്ടത്തിൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഓരോരുത്തരും നമ്മളെ സെക്രട്ടറി, പ്രസിഡന്റ്, ഈ ചെയർമാൻ, ബാക്കിയുള്ള എല്ലാ എക്സിക്യൂട്ടീവ് എല്ലാ മെമ്പർമാരും വലിയ താല്പര്യം എടുത്ത് കാണുന്നുണ്ട്. തീർച്ചയായും അത് നമുക്ക് നടത്താൻ സാധിക്കും. പിന്നെ മാത്രമല്ല, ഈ നീഡി ഫോർ ഫുഡ്,
പിന്നെ മറ്റുള്ള ഈ പാവപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങി നല്ല നല്ല പിള്ളേരെ അവരെ പിന്നെ അവർക്ക് സഹായങ്ങൾ നൽകുന്ന പരിപാടികൾ, ഇങ്ങനെ പല പരിപാടികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതേസമയത്ത് ഇപ്പം തന്നെ ഇവിടെ CTMന്റെ ഒരു പരിപാടി നടക്കുകയാണ്. അത് തമിഴ്നാട്ടിലെ മലയാളികൾ, അതായത് 140 അസോസിയേഷൻ ചേർന്നുള്ള ഒരു അസോസിയേഷൻ, കോൺഫറൻസ് ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ, അവർ വന്ന് 2 ദിവസം നടക്കുന്ന ദീർഘമായ പരിപാടിയിൽ വലിയ ആളുകളൊക്കെ, എല്ലാ കലാകാരന്മാരും മന്ത്രിമാരൊക്കെ പങ്കെടുത്ത് വളരെ നല്ല കലാകാരന്മാർ പങ്കെടുത്ത് അവര് നല്ല നാടകങ്ങളും ഡാൻസുകളൊക്കെ അവതരിപ്പിക്കുന്ന നല്ലൊരു പരിപാടി ഇവിടെ നടക്കാൻ പോവാണ്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ കൽക്കത്തയിൽ ഇതേ ദിവസം തന്നെ കൽക്കത്ത നന്ദകുമാറിന്റെ അണ്ടറിൽ വലിയൊരു പരിപാടി 5-10 സ്റ്റേറ്റുകൾ കൂടെ ചേർന്നുകൊണ്ട് പല കലാപരിപാടികളും വലിയ പ്രമുഖരായൊക്കെ ചേർന്ന് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഈ എയിമയെ വളരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്താഗതി കൂടി അവരെ സംസാരിക്കുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും ഇന്ത്യ മുഴുവനും ഇങ്ങനെയുള്ള ഒരു വേവ്സ്, നല്ലൊരു വേവ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എയിമയിൽ. ഇതെല്ലാം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ സഹകരണമാണ്. തീർച്ചയായും ഈ സഹകരണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്നപദ്ധതിയായ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ സെപ്റ്റംബർ എഡിഷൻ എയിമ ഹരിയാന ഘടകം ഗുരുഗ്രാമിൽ നടപ്പിലാക്കി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ സെപ്റ്റംബർ മാസത്തിലെ പരിപാടി എയിമ ഹരിയാന ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുഗ്രാമിൽ വെച്ച് നടത്തുകയുണ്ടായി. എയിമ ഹരിയാന ഘടകം സെക്രട്ടറി ശ്രീ തമ്പി ജോർജ്, ട്രഷറർ ശ്രീ PS വർഗീസ്, വനിത വിഭാഗം കൺവീനർ ശ്രീമതി തുളസി നായർ, യൂത്ത് വിംഗ് കൺവീനർ ശ്രീ കാർത്തിക് നായർ എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ സ്വപ്ന ജേസൺ, ജോളി ഡിക്ലോസ്, സിസിലി ആന്റണി, ജയരാജൻ നായർ, മോളി വർഗീസ്, ഹേമ നായർ, ജോയൽ ജേസൺ, ദീപിക കാർത്തിക് എന്നിവർക്കൊപ്പം മറ്റു ഭാരവാഹികളും പങ്കെടുത്തു. എയിമ ഒഡീഷ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ആവശ്യക്കാർക്ക് ഭക്ഷണം പരിപാടി ഗാന്ധിജയന്തി ദിനത്തിൽ ഭക്ഷണ വിതരണം നടത്തി ആചരിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ അനാഥാശ്രമത്തിലെ കുട്ടികൾക്ക് ഭക്ഷണ വിതരണം നടത്തി എയിമ ഒഡീഷ ഘടകം റൂർക്കേല വിംഗ് ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതി നടപ്പിലാക്കി. എയിമ ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതി കഴിഞ്ഞ 3 മാസങ്ങളായി ഒഡീഷ ഘടകത്തിന്റെ റൂർക്കേല വിംഗും ഭുവനേശ്വർ വിംഗും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. റൂർക്കേല മാൽബുദാം റോഡിലെ സാർവഭൗതിക് അനാഥ ആശ്രമത്തിലെ 100ലധികം കുട്ടികൾക്കായിരുന്നു ഭക്ഷണ വിതരണം നടത്തിയത്. എയിമ ദേശീയ ജനറൽ കൌൺസിൽ അംഗം അംബുജാക്ഷൻ നായരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി KV ജെയിംസ്, വൈസ് പ്രസിഡന്റ് ബിജേഷ് നായർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനിൽകുമാർ, രാജീവ് ജി, പ്രദീപ് മേനൻ എന്നിവർ സജീവമായി പങ്കെടുത്തു. മഹാത്മാഗാന്ധി ജയന്തി ദിനത്തിൽ റൂർക്കേല വിംഗ് നടത്തിയ പ്രവർത്തനങ്ങളെ എയിമ ഒഡീഷ ഘടകം പ്രസിഡന്റ് ശ്രീ M ചന്ദ്രമോഹൻ നായർ, സെക്രട്ടറി ശ്രീ ഗണേശകുമാർ എന്നിവർ ശ്ലാഘിച്ചു. എയിമ തമിഴ്നാട് ഘടകത്തിന്റെ സെപ്റ്റംബർ മാസത്തിലെ ആവശ്യക്കാർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി പട്ടിണമ്പാക്കത്തുള്ള സീനിയർ കെയർ സെന്ററിൽ ഭക്ഷണ വിതരണം നടത്തി. ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തമിഴ്നാട് ഘടകം ചെന്നൈയിലുള്ള ഡിഗ്നിറ്റി ഫൗണ്ടേഷൻ പട്ടിണമ്പാക്കത്തുള്ള സീനിയർ കെയർ സെന്ററിലെ അന്തേവാസികൾക്ക് എയിമയുടെ സ്വപ്ന പദ്ധതിയുടെ ഭാഗമായുള്ള മാസാന്തര അന്നദാനം നൽകി. ആശ്രമത്തിലുള്ള അശരണരായ 100ൽ പരം അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം നൽകി തമിഴ്നാട് ഘടകത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ഗോവിന്ദൻ തുടങ്ങിവച്ചു. സെക്രട്ടറി രാജൻ സാമുവൽ സ്വാഗതം ആശംസിച്ചു. എയിമയുടെ വൈസ് പ്രസിഡന്റുമാരായ ശ്രീ KN അശോകകുമാർ, ശ്രീമതി ഗീത S പിള്ള, വുമൺസ് വിംഗ് കൺവീനർ ശ്രീമതി ശ്രീശൈലി, തമിഴ്നാട് ഘടകം വുമൺസ് വിംഗ് സെക്രട്ടറി ശ്രീമതി ലതാ കൃഷ്ണകുമാർ, ശ്രീമതി ശ്രീജ മനോജ്, ശ്രീമതി ശ്രീജ വിക്രമൻ, ഷിനു സോജൻ, വിക്രമൻ എന്നിവർ നേതൃത്വം നൽകി. പങ്കെടുത്ത എല്ലാവർക്കും എയിമയുടെ ട്രഷറർ ടി മാധവൻ നന്ദി അറിയിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ 3ാം ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഒക്ടോബർ 1 നടന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ 3ാം ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഒക്ടോബർ 1 നടന്നു. എയിമ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ് സ്വാഗതം പറഞ്ഞു. ദേശീയ പ്രസിഡന്റ്, സീനിയർ വൈസ് പ്രസിഡന്റ്, ചെയർമാൻ എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു. എയിമയുടെ വിവിധ പദ്ധതികളും പരിപാടികളും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു പുരോഗതി വിലയിരുത്തി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പൂർവ്വമേഖല സമ്മേളനം കൊൽക്കത്തയിൽ നടന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ പൂർവ്വമേഖല സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് നടന്നു. എയിമ പശ്ചിമബംഗാൾ ഘടകമായിരുന്നു ആതിഥേയർ. ഒക്ടോബർ 5 കൊൽക്കത്തയിലെ പ്രശസ്തമായ ശരദ് സദൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പൂർവ്വമേഖലയിലെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് വിപുലമായ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ഭാരതീയ വിദ്യാഭവൻ കൊൽക്കത്ത ഡയറക്ടർ ഡോക്ടർ GV സുബ്രഹ്മണ്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കൊൽക്കത്ത പോർട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ ഹരികൃഷ്ണ പൈ IPS, എയിമ ദേശീയ സെക്രട്ടറി ശ്രീ KR മനോജ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വിവിധ TV ചാനലുകളിലൂടെ ലോക ശ്രദ്ധയാകർഷിച്ച കലാകാരി മധുരിമ ബാസുവിന്റെ പ്രകടനം പരിപാടിക്ക് കൂടുതൽ മിഴിവേകി.
എയിമ പഞ്ചാബ് ഘടകത്തിന്റെ യോഗം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 29 ലുധിയാനയിൽ വെച്ച് നടന്നു. എയിമ പഞ്ചാബ് ഘടകത്തിന്റെ പ്രത്യേക സമ്മേളനം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 29 ലുധിയാനയിലെ ബോൺ വോയേജ് സ്കൂളിൽ വെച്ച് നടന്നു. എയിമയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ ജെയ്സൺ ജോസഫ്, നാഷണൽ അഡീഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ ജയരാജ് നായർ, ഐമ ഹരിയാന ഘടകം പ്രസിഡന്റ് ശ്രീ മോഹൻ കെ നായർ എന്നിവരുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ചേർന്ന സ്പെഷ്യൽ മീറ്റിംഗ് ലുധിയാനയിലെ ബോൺ വോയേജ് സ്കൂളിൽ 2024 സെപ്റ്റംബർ 29 ഞായറാഴ്ച വൈകുന്നേരം 3:45 പ്രസിഡന്റ് സോമൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു. യോഗത്തിന് എത്തിച്ചേർന്ന എല്ലാവരെയും പ്രസിഡന്റ് സ്വാഗതം ചെയ്തു. തുടർന്ന് ദേശീയ നേതാക്കളെ പൊന്നാടിയിട്ട് ആദരിച്ചു. എയിമയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും ഇപ്പോഴുള്ള മെമ്പർഷിപ്പ് കൂട്ടുന്നതിനെപ്പറ്റിയും ഡിസംബർ 31 നിലവിലുള്ള അംഗസംഖ്യ കൂട്ടണമെന്നും ശ്രീ ജെയ്സൺ ജോസഫ് അഭിപ്രായപ്പെട്ടു. പഞ്ചാബിലെ എല്ലാ ജില്ലകളിൽ നിന്നും മെമ്പർമാരെ ചേർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് QRT ദേശീയ സെക്രട്ടറി അലക്സ് പി സുനിൽ അറിയിച്ചു. എല്ലാ മെമ്പർമാരും സഹകരിച്ചു നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും ദേശീയ അഡീഷണൽ സെക്രട്ടറി ശ്രീ ജയരാജ് നായർ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ ഹരിയാന പ്രസിഡന്റ് ശ്രീ മോഹൻ കെ നായർ, ഐമ പഞ്ചാബ് സെക്രട്ടറി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. യോഗത്തിനെത്തിയ ദേശീയ നേതാക്കളെയും മറ്റു മെമ്പർമാരെയും പ്രസിഡന്റ് ശ്രീ സോമൻ ബാബു നന്ദി അറിയിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തമിഴ്നാടിന്റെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങളോടെ ഗാന്ധിജയന്തി ആഘോഷിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തമിഴ്നാട് ഘടകവും സദേൺ റെയിൽവേയും ചേർന്ന് ഒക്ടോബർ 2 ഗാന്ധിജയന്തി ആഘോഷിച്ചു. ചെന്നൈയിലുള്ള ഡോക്ടർ MG രാമചന്ദ്രൻ റെയിൽവേ സ്റ്റേഷൻ, ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണം നടത്തിയാണ് പരിപാടി തുടങ്ങിയത്. എയിമയുടെ തമിഴ്നാട് ഘടകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ഗോവിന്ദൻ, സെക്രട്ടറി ശ്രീരാജൻ സാമുവൽ, ട്രഷറർ ടി മാധവൻ, പ്രോജക്ട് ചെയർമാൻ സജി വർഗീസ്, വൈസ് ചെയർമാൻ ഷിബു ജോസഫ്, വൈസ് പ്രസിഡന്റ് KN അശോകകുമാർ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി ടിജോ കുര്യാക്കോസ്, CK ദാമോദരൻ, K കരുണാകരൻ, ഉണ്ണികൃഷ്ണൻ പുറമേരി, ബാലകൃഷ്ണൻ, വരദൻ, വുമൺസ് വിംഗ് കൺവീനർ ശ്രീമതി ശ്രീശൈലി, വുമൺസ് വിംഗ് സെക്രട്ടറി ലത കൃഷ്ണകുമാർ, ശ്രീജ വിക്രമൻ, ശ്രീജ മനോജ്, സുനിത പ്രമോദ്, സന്ധ്യ എന്നിവർ പങ്കെടുത്തു. എയിമ ഒഡീഷ ഘടകത്തിന്റെ വിമൻസ് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തി. ഇക്കഴിഞ്ഞ ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ എയിമ ഒഡീഷ ഘടകത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വിവേകാനന്ദ ഹോസ്പിറ്റലിന്റെയും കേരള കലാസമിതിയുടെയും കാമ്പസുകളുടെ ചുറ്റുപാടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. ശുചിത്വവും മാലിന്യ സംസ്കരണവും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ വനിതാ വിഭാഗം കൺവീനർ ശ്രീമതി ബിന്ദു ടിബിയുടെ നേതൃത്വത്തിലായിരുന്നു സംഘടിപ്പിച്ചത്. ശ്രീമതി സുഷിന രാജേഷ്, ശ്രീമതി ഷീല ചന്ദ്രമോഹൻ, ശ്രീമതി റനി സന്തോഷ് എന്നിവർ ഇതിൽ സജീവമായി പങ്കെടുത്തു. എയിമ ഒഡീഷ പ്രസിഡന്റ് ശ്രീ M ചന്ദ്രമോഹൻ നായർ, സെക്രട്ടറി ശ്രീ ഗണേശകുമാർ, ട്രഷറർ ശ്രീ സന്തോഷകുമാർ, യൂത്ത് വിംഗ് കൺവീനർ ശ്രീ BL ബാലചന്ദ്രൻ എന്നിവർ ഉൾപ്പെടെയുള്ള എയിമ അംഗങ്ങൾ പരിപാടി ഏകോപിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങി. ഇന്ദിരാപുരം ഗ്രേസ് കെയർ ഹോമിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്ന സംരംഭവുമായി എയിമ അംഗസംഘടനയായ മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ നോയിഡ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ഗ്രേറ്റർ നോയിഡ 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആഘോഷത്തിൽ മലയാളി അസോസിയേഷൻ ഗ്രേറ്റർ നോയിഡ മാഗ്ന പ്രാദേശിക അനാഥാലയമായ ഗ്രേസ് കെയർ ഹോമിൽ ഒരു പ്രത്യേക സാമൂഹിക പരിപാടി സംഘടിപ്പിച്ചു. സാമൂഹിക പ്രതിബദ്ധതയ്ക്കും കമ്മ്യൂണിറ്റി സേവനത്തിനുമുള്ള മാഗ്നയുടെ നിരന്തരമായ പ്രതിബദ്ധതയുടെ ഭാഗമായിരുന്നു പരിപാടി. മാഗ്ന സംഘം അനാഥാലയം സന്ദർശിച്ചു, കുട്ടികളുമായി നല്ല സമയം ചിലവഴിക്കുകയും വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ നടത്തുകയും ചെയ്തു. അനാഥാലയത്തിന്റെ ആവശ്യങ്ങൾക്കായി ഒരു പ്രധാന ആവശ്യം നിറവേറ്റുന്ന 375 ലിറ്റർ റെഫ്രിജറേറ്റർ സമ്മാനിച്ചതാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. ഗ്രേസ് കെയർ ഹോം കുട്ടികൾ പരമ്പരാഗത നൃത്തങ്ങളും പാട്ടുകളും ഉൾപ്പെടെ നിരവധി സാംസ്കാരിക ഇനങ്ങൾ അവതരിപ്പിച്ചു. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ആ ദിവസം സന്തോഷവും ആഘോഷവും നിറക്കുകയും ചെയ്തു. സർവശ്രീ വിനീത്, പ്രതാപൻ, ജ്യോതിഷ് നായർ, ശ്രീജിത്ത് വി നായർ, സന്തോഷകുമാർ, ജയരാജ് നായർ, ബാബു നായർ, മനോജകുമാർ നായർ, സുമേഷ് വി രാമചന്ദ്രൻ, രവി കെ, കോര കുര്യാക്കോസ്, അജിത് കൃഷ്ണൻ, ജയചന്ദ്രൻ, രമേശ് മന്നാടിയാർ, മാത്യു ജോസ്, മനോജ് നായർ, രാജു KV, ഗോകുൽ, ഷാൻ ബാസി തുടങ്ങി നിരവധി മാഗ്ന അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. എയിമ മധ്യപ്രദേശ് ചാപ്റ്ററിന്റെയും മണ്ഡി ദ്വീപ് മലയാളി അസോസിയേഷന്റെയും സംയുക്ത ഓണാഘോഷ പരിപാടികൾ ആഘോഷപൂർവ്വം നടത്തി. എയിമ മധ്യപ്രദേശ് ചാപ്റ്ററിന്റെയും മണ്ഡി ദ്വീപ് മലയാളി അസോസിയേഷന്റെയും സംയുക്ത ഓണാഘോഷ പരിപാടികൾ വിവിധ കലാപരിപാടികളോടും ഓണസദ്യയോടും നടത്തപ്പെട്ടു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ നാഷണൽ കൾച്ചറൽ സെക്രട്ടറി മുഖ്യ അതിഥിയായിരുന്നു. എയിമ MP ഘടകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോളി കുര്യൻ, സെക്രട്ടറി ശ്രീ അനിൽ നായർ, ദേശീയ ജനറൽ കൗൺസിൽ അംഗം ശ്രീ ജോളി ഇലന്തൂർ, ട്രഷറർ ശ്രീ അനിൽ നായർ PG, വനിതാ സെക്രട്ടറി ശ്രീമതി പ്രസന്ന സോമരാജൻ തുടങ്ങിയവർ പങ്കെടുക്കുകയുണ്ടായി. വിശിഷ്ട അതിഥി അഡ്വക്കേറ്റ് ജോളി കുര്യൻ, ഫാദർ അലക്സ് പുളിക്കപ്പറമ്പിൽ, AG വല്ലഭൻ, നായർ സമാജ് ഭോപ്പാൽ, രാജേന്ദ്ര അഗർവാൾ മുനിസിപ്പൽ ചെയർമാൻ, ഫാദർ മാത്യു തോമസ്, ജോളി ഇലന്തൂർ, ജെയിംസ് വർഗീസ്, അനിമോൻ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അനന്തരം തിരുവാതിര നൃത്യശില്പം, വിവിധ നാടൻ കലാപരിപാടികൾ നടത്തപ്പെട്ടു. ഓണസദ്യയും ഉണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ച ശ്രീ ഡാനിയലിനെ അനുമോദിക്കുകയുണ്ടായി. എയിമയുടെ അംഗസംഘടനയായ ബിവാടി മലയാളി സമാജം ഓണം ആഘോഷിച്ചു.
എയിമയുടെ അംഗസംഘടനയായ ഭിവാഡി മലയാളി സമാജം സെപ്റ്റംബർ 29 നടത്തിയ ഓണാഘോഷ ചടങ്ങിൽ എയിമ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ കെ ആർ മനോജിനെ ആദരിച്ചു. പ്രസിഡന്റ് ശ്രീ കെ ആർ മനോജ്, രക്ഷാധികാരി ശ്രീ ഗോപിനാഥൻ, സെക്രട്ടറി ശിവദാസ് വി നായർ, ട്രഷറർ ശ്രീ ഫിലിപ്പോസ് ഡാനിയൽ, വൈസ് പ്രസിഡന്റ് ശ്രീ ശിവദാസ്, ജോയിന്റ് ട്രഷറർ പ്രശോഭ രാജൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രമോദ്, വിഷ്ണു, പുഷ്പരാജൻ, പ്രദീപ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അതിഥികളായി ശ്രീ അജി മേടയിൽ, ശ്രീ അജി എസ് കുമാർ, ശ്രീ ഇ ഒ തോമസ്, ശ്രീ സാജൻ കുമാർ, ശ്രീമതി ദീപ്തി നായർ, ശ്രീ മനോജ് നായർ, ശ്രീ മനോജ് കുമാർ നായർ, ശ്രീ രഘു എന്നിവർ പങ്കെടുത്തു. എയിമയുടെ അംഗസംഘടനകളായ 10ഓളം സംഘടനകൾ കഴിഞ്ഞ ആഴ്ചകളിൽ വിവിധ വേദികളിലായി വിവിധ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. കൂടുതൽ വിവരങ്ങൾ വിശദമായ വാർത്തകളിൽ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ വിവിധ അംഗസംഘടനകൾ ഹൈദരാബാദിൽ വ്യത്യസ്ത വേദികളിൽ ഓണം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. ഈ വർഷത്തെ ഓണം ഹൈദരാബാദ് മലയാളികൾ വളരെ ഗംഭീരമായി ആഘോഷിച്ചു. എയിമയുടെ എല്ലാ അംഗസംഘടനകളും ഓണാഘോഷ വേദികളിൽ എയിമയുടെ ദേശീയ സമിതി അംഗങ്ങളെ, എയിമ തെലങ്കാനയുടെ സംസ്ഥാന ഭാരവാഹികളെ ഒക്കെ ആദരിക്കുകയും ഒപ്പം മലയാളിയുടെ ഇന്നും അന്യം നിന്നു പോകാത്ത നമ്മുടെ കലാരൂപങ്ങൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക കൂടി ചെയ്യുകയായിരുന്നു. വയനാട്ടിലെ ദുരന്തമുഖത്ത് പ്രവർത്തിച്ച കുടുംബശ്രീ സ്ത്രീകളുടെ ചെണ്ടമേളമായാലും മലയാളക്കരയുടെ ചുണ്ടൻ വള്ളമായാലും ഒക്കെ മലയാളിയുടെ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം എയിമ ഇവിടെ അടയാളപ്പെടുത്തുന്നത് എയിമയുടെ ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, എയിമയുടെ പുതിയ ഭരണസമിതിയുടെ വരാൻ പോകുന്ന നിരവധി അനവധി കാര്യപരിപാടികൾ, ഇതൊക്കെയും ഹൈദരാബാദിലെ മലയാളി സമൂഹം. AS റാവു നഗറിൽ നടന്ന മലനാട് ഫൈൻ ആർട്സ് ക്ലബിന്റെ ഓണാഘോഷ ചടങ്ങിൽ GMR എയർപോർട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ പ്രദീപ് പണിക്കർ മുഖ്യാതിഥിയായിരുന്നു. മലനാട് പ്രസിഡന്റ് ശ്രീ പി ശ്രീനാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ശ്രീ പി രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. ട്രഷറർ ശ്രീ മുരളി നന്ദി രേഖപ്പെടുത്തി. എയിമ തെലങ്കാന ഘടകം പ്രസിഡന്റ് ശ്രീ PVK രാമൻ, എയിമ ദേശീയ കൌൺസിൽ അംഗവും ലോക കേരള സഭാംഗവുമായ ശ്രീ BCR നായർ, ലോക കേരള സഭാംഗം ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മാജിക് ബീറ്റ്സ് കോഴിക്കോട് ഒരുക്കിയ കലാവിരുന്നിനൊപ്പം സ്വാദിഷ്ടമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ഹൈദരാബാദിലെ കുക്കടപ്പള്ളി നവോദയ മലയാളീസ് കൾച്ചറൽ അസോസിയേഷന്റെ 15ാമത് ഓണാഘോഷം 2024 സെപ്റ്റംബർ 22 കുക്കടപ്പള്ളി NRC ഗാർഡനിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. എയിമ ദേശീയ സമിതി അംഗവും ലോക കേരള സഭ അംഗവുമായ ശ്രീ BCR നായർ മുഖ്യ അതിഥിയായിരുന്ന ചടങ്ങിൽ ലോക കേരള സഭ അംഗവും വ്യവസായിയുമായ ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ, SNECS ജനറൽ സെക്രട്ടറി ശ്രീ SV ജയൻ എന്നിവരും പങ്കെടുത്തു. നവോദയയുടെ പ്രസിഡന്റ് ശ്രീ MK ബാബു, സെക്രട്ടറി ശ്രീ പനമ്പള്ളി വിജയകുമാർ മേനോൻ, ട്രഷറർ ശ്രീ K രമേശ്, കൾച്ചറൽ സെക്രട്ടറി ശ്രീ ജോസഫ്, മേഘനാഥൻ, അഗസ്റ്റിൻ എന്നിവർ കായിക മത്സരത്തിനും കലാപരിപാടികൾക്കും നേതൃത്വം നൽകി. സൊസൈറ്റി സെക്രട്ടറി ശ്രീ R കൃഷ്ണൻകുട്ടി നന്ദി രേഖപ്പെടുത്തി. ഓണാഘോഷത്തിന് ഈ ഇരട്ട നഗരത്തിൽ പൂക്കള മത്സരം സംഘടിപ്പിക്കുന്ന ഏക സംഘടനയാണ് നവോദയ. ഇത്തവണത്തെ മത്സരത്തിൽ കുമാരി കാവ്യമേനോൻ ടീമും ശ്രീമതി ഗീതാ നായർ ടീമും 1ാം സ്ഥാനം പങ്കിട്ടു. ഹൈദരാബാദ്, മല്ലാപ്പൂർ അരുണോദയ കലാ സാംസ്കാരിക വേദി പരിമിതമായ രീതിയിൽ ഓണം ആഘോഷിച്ചു. വിപുലമായ രീതിയിൽ ഒക്ടോബർ 2 നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഓണാഘോഷം സമിതിയുടെ സ്ഥാപകാംഗങ്ങളിൽ ഒരാളായ ശ്രീ KV രാജുവിന്റെ നിര്യാണത്തെ തുടർന്ന് പരിമിതമായ തോതിൽ നടത്തുകയായിരുന്നു. ഓണാഘോഷം നടത്താനിരുന്ന ഒക്ടോബർ 2 രാവിലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം. തുടർന്ന് നാട്ടിൽ നിന്നെത്തിയ ഗാനമേള സംഘത്തിന്റെ ഗാനമേളയും അതിനോടകം ഒരുക്കിക്കഴിഞ്ഞിരുന്ന ഓണസദ്യയുമായി പരിപാടി പരിമിതപ്പെടുത്തുകയായിരുന്നു. രക്ഷാധികാരി ശ്രീ ശിവപ്രസാദ് K വാനൂർ, പ്രസിഡന്റ് ശ്രീ C രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശ്രീ സുനീഷ് ജേക്കബ്, സെക്രട്ടറി ശ്രീ TV വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ശ്രീ സജിത് കുമാർ, ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ PK ബിജു, ട്രഷറർ ശ്രീ M ബിജുകുമാർ, ജോയിന്റ് ട്രഷറർ ശ്രീ ജ്യോതിഷ് J, ആർട്സ് സെക്രട്ടറി ശ്രീ സമീർ സലീം, സ്പോർട്സ് സെക്രട്ടറി ശ്രീ വിപിൻ, ഓഡിറ്റർ K മണികണ്ഠൻ നായർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ആത്മ മലയാളി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 29 ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമ സീരിയൽ നടി സീമ ജി നായർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വയനാട്ടിൽ നിന്നെത്തിയ വനിതാ മേളക്കാരുടെ നേതൃത്വത്തിലുള്ള ശിങ്കാരിമേളത്തോടെയായിരുന്നു പരിപാടികൾ ആരംഭിച്ചത്. ആത്മ മലയാളി സേവാ സമിതി ജനറൽ സെക്രട്ടറി ശ്രീ എൻ പ്രദീപ് കുമാർ സ്വാഗതം ആശംസിച്ചു. ആത്മ പ്രസിഡന്റ് ശ്രീ ബി എൻ അജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ ശ്രീ സി ജി ചന്ദ്രമോഹൻ സമിതിയുടെ ഉദ്ദേശ്യലക്ഷ്യങ്ങളെക്കുറിച്ചും ഭാവി പരിപാടികളെക്കുറിച്ചും വിവരിച്ചു. ലോക കേരള സഭാംഗങ്ങളായ ശ്രീ തോമസ് ജോൺ, കണ്ണാട്ട് സുരേന്ദ്രൻ, BCR നായർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആത്മയുടെ വനിതാ വിഭാഗം കലാകാരികൾ അവതരിപ്പിച്ച തിരുവാതിരകളിയോടെയായിരുന്നു കലാപരിപാടികൾ ആരംഭിച്ചത്. പിന്നണി ഗായകൻ വൈഷ്ണവ് ഗിരീഷ് അവതരിപ്പിച്ച ഗാനമേളയും വിഭവസമൃദ്ധമായ ഓണസദ്യയും ആഘോഷങ്ങൾക്കും ഇഴിവേകി. വേൾഡ് മലയാളി കൗൺസിൽ ഹൈദരാബാദ് പ്രോവിൻസ് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ സെക്കന്ദരാബാദ് റെയിൽവേ ഓഫീസേഴ്സ് ക്ലബ്ബിൽ നടന്നു. ചെയർമാൻ പ്രവീൺകുമാർ നെടുങ്ങാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നടക്കൽ ശശി മുഖ്യാതിഥിയായിരുന്നു. പ്രോവിൻസ് പ്രസിഡന്റ് ശ്രീ KN സെബാസ്റ്റ്യൻ, ചാരിറ്റി ചെയർമാൻ KS എബ്രഹാം, ട്രഷറർ ശ്രീ NJ റെയ്നോൾഡ്, വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ പ്രസിഡന്റ് ശ്രീ അനിൽ തോമസ്, വിമൻസ് ഫോറം പ്രസിഡന്റ് ഷീല അനിൽ, കൺവീനർ ജോർജ്, സെക്രട്ടറി മെൽവിൻ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവാതിരകളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും ഓണസദ്യയുമുണ്ടായിരുന്നു. എയിമ പടിഞ്ഞാറൻ മേഖലാ യോഗം ഗുജറാത്തിലെ വഡോദരയിൽ നടന്നു. വയനാട് ദുരിതബാധിതർക്ക് വീട് നൽകുമെന്ന തീരുമാനം, കൂടുതൽ സാമൂഹിക സംരംഭങ്ങൾ വിപുലീകരിക്കാനും യോഗം തീരുമാനിച്ചു. 2024 സെപ്റ്റംബർ 28 ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഗുജറാത്ത് കമ്മിറ്റിയും ദേശീയ സെക്രട്ടറി ശ്രീ KR മനോജും ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ ഉപേന്ദ്ര മേനോനും പങ്കെടുത്ത പടിഞ്ഞാറൻ മേഖല യോഗം നടത്തി. ശ്രീ ഉപേന്ദ്ര മേനോന്റെ 90 ദിവസത്തെ ആക്ഷൻ പ്ലാനിന് അനുസൃതമായി പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഭാവി സംരംഭങ്ങൾ മെനയുന്നതിനുമുള്ള എയിമയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി വഡോദരയിലെ ഹോട്ടൽ ലോർഡ്സ് ഇന്നിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. എയിമ ഗുജറാത്തിന്റെ ആവശ്യക്കാർക്ക് ഭക്ഷണം എന്ന സംരംഭത്തിലൂടെ സാമൂഹിക സേവനത്തിനുള്ള പ്രതിജ്ഞാബദ്ധത ഏറെ പ്രശംസിക്കപ്പെട്ടു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് നിർണായക പിന്തുണ നൽകുന്ന പദ്ധതി തുടരുന്നു. എയിമ ഗുജറാത്തിനെ പ്രതിനിധീകരിച്ച് വയനാട് ദുരന്തബാധിതർക്ക് വീട് ദാനം ചെയ്യുമെന്ന് എയിമ അച്ചടക്ക സമിതി അധ്യക്ഷൻ ശ്രീ മോഹൻ നായർ പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ വനിതാ വിഭാഗത്തിന്റെ അംഗത്വം വിപുലീകരിക്കുന്നത് ഇപ്പോൾ മുൻഗണനയിലാണ്. സ്ത്രീ നേതൃത്വവും സംഘടനയ്ക്കുള്ളിലെ പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുമെന്നും യോഗം വിലയിരുത്തി. ദേശീയ നേതൃത്വത്തിന്റെ ലക്ഷ്യങ്ങളുമായി ഒത്തുചേർന്ന സാമൂഹിക സേവനത്തിനും സംഘടനാ വളർച്ചയ്ക്കും വേണ്ടിയുള്ള എയിമ ഗുജറാത്തിന്റെ സമർപ്പണത്തെ യോഗം അഭിനന്ദിച്ചു. എയിമ ഗുജറാത്ത് പ്രസിഡന്റ് ശ്രീ ദിനേശ് നായർ, സെക്രട്ടറി ശ്രീ രാജൻ നായർ, മറ്റു സംസ്ഥാന സമിതി അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊയിലാണ്ടി കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി സോഷ്യൽ സർവീസ് അവാർഡുകൾ ശ്രീ ജേസൺ ജോസഫിനും ശ്രീ ജയരാജ് നായർക്കും. കൊയിലാണ്ടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 1,15,100 പേരിലധികം വരുന്നവരുടെ ആഗോള കൂട്ടായ്മയായ കൊയിലാണ്ടി കൂട്ടം ഈ വർഷത്തെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി സോഷ്യൽ സർവീസ് അവാർഡുകൾ നൽകി. ശ്രീ ജെയ്സൺ ജോസഫ്, ശ്രീ ജയരാജ് നായർ എന്നിവരാണ് ഈ വർഷത്തെ അവാർഡിന് അർഹരായവർ. സമൂഹത്തിന് നൽകുന്ന സംഭാവനകളും സേവന പ്രവർത്തനങ്ങളിലുള്ള മികവും കണക്കിലെടുത്താണ് അവാർഡ് നൽകിയത്. ലോകം മുഴുവൻ വ്യാപിച്ചുകിടക്കുന്ന ഒരു കൂട്ടുകുടുംബം എന്ന് വിശേഷിക്കപ്പെടുന്ന കൊയിലാണ്ടി കൂട്ടത്തിന് UAE, ഖത്തർ, ബഹറിൻ, കുവൈറ്റ്, ഒമാൻ, ദമാം, ജിദ്ദ, ബാംഗ്ലൂർ, കൊയിലാണ്ടി, ഡൽഹി എന്നിവിടങ്ങളിൽ വളരെ സജീവമായ ഘടകങ്ങളുണ്ട്. സാംസ്കാരിക തനിമയുടെയും സാമൂഹ്യ സേവനത്തിന്റെയും ഒരു അംഗീകൃത ചിഹ്നമായി കൊയിലാണ്ടിക്കൂട്ടം മാറിയത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ്. വയനാട് ദുരിതബാധിതർക്ക് അർഹമായ സഹായം എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യപ്പെടാൻ കേരള സർക്കാർ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനും ഈ വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനിച്ചു. മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികൾക്ക് 10 ലക്ഷം. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇരു മാതാപിതാക്കളെയും നഷ്ടപ്പെട്ട 6 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വീതവും മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ട 8 കുട്ടികൾക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. വനിതാ ശിശുവികസന വകുപ്പ് ഫണ്ടിൽ നിന്നാണ് തുക നൽകുക. മോഡൽ ടൗൺഷിപ്പ് മേപ്പാടി ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമെന്ന് കണ്ടെത്തിയ മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കുവാന് തത്വത്തിൽ അംഗീകാരം നൽകി. ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ അടക്കം വിദഗ്ധോപദേശം തേടിയിരുന്നു. വേഗം തന്നെ സ്ഥലം കിട്ടുക എന്നത് വളരെ പ്രധാനമായതിനാൽ ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം പൊസഷൻ ഏറ്റെടുക്കുന്നതിന് മന്ത്രിസഭായോഗം അനുമതി നൽകി. സ്ഥലം ലഭ്യമാകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കാനാണിത്. ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ 1ാം ഘട്ടമായി പുനരധിവസിപ്പിക്കും. വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന മറ്റു കുടുംബങ്ങളെ 2ാം ഘട്ടമായും പുനരധിവസിപ്പിക്കും. പുനരധിവാസ പദ്ധതിയുടെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളുടെ കരട് പട്ടിക വയനാട് ജില്ലാ കളക്ടർ പ്രസിദ്ധീകരിക്കും. പട്ടിക അന്തിമമാക്കുന്നത് സംബന്ധിച്ച് വിശദമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തി. തമിഴ്നാട് പ്രവാസി ക്ഷേമ ബോർഡ് കമ്മീഷണർ ശ്രീ ബി കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം തിരുവനന്തപുരത്തെ നോർക്ക് സെന്റർ സന്ദർശിച്ചു. പ്രവാസികൾക്കായുള്ള വിവിധ പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക എന്നതായിരുന്നു ഉദ്ദേശ്യം. സംസ്ഥാന പ്രവാസികാര്യ വകുപ്പിന്റെ കീഴിലുള്ള നോർക്ക റൂട്ട്സിന്റെ പദ്ധതികളും സേവനങ്ങളും മനസ്സിലാക്കുന്നതിനും പരസ്പര സഹകരണ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തുന്നതിനുമായി തമിഴ്നാട് പ്രവാസി ക്ഷേമ ബോർഡ് കമ്മീഷണർ ബി കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ പ്രതിനിധി സംഘം തിരുവനന്തപുരം നോർക്ക സെന്റർ സന്ദർശിച്ചു. നോർക്ക വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകി, നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി എന്നിവരുമായി സംഘം ചർച്ച നടത്തി. തമിഴ്നാട് പ്രവാസി ക്ഷേമ ബോർഡിനെ പ്രതിനിധീകരിച്ച് ബോർഡ് അംഗങ്ങളായ GV റാം, ധ്രുവ് ഗോയൽ, ഭരത് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്.
നോർക്ക വകുപ്പിന്റെയും നോർക്ക റൂട്ട്സിന്റെയും പ്രവർത്തനങ്ങൾ ഡോക്ടർ കെ വാസുകിയും അജിത് കോളശ്ശേരിയും തമിഴ്നാട് സംഘത്തോട് വിശദീകരിച്ചു. സമഗ്ര വളർച്ചയ്ക്കായി പ്രവാസി മലയാളികളുടെ നിക്ഷേപം കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ഡോക്ടർ കെ വാസുകി പറഞ്ഞു. പ്രവാസികളുടെ അഭിപ്രായങ്ങളും ആവശ്യങ്ങളും സംസ്ഥാന സർക്കാരിന് മുൻപാകെ അവതരിപ്പിക്കാനുള്ള മികച്ച വേദിയായി ലോക കേരള സഭ മാറിക്കഴിഞ്ഞെന്നും അവർ പറഞ്ഞു. UAE അബുദാബിയിൽ നഴ്സിംഗ് ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അർഹതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. UAE അബുദാബിയിൽ നഴ്സിംഗ് ഒഴിവുകളിലേക്കുള്ള നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മെയിൽ നഴ്സുമാരുടെ 10 ഒഴിവുകളിലേക്കും ഓൺഷോർ ഓഫ്ഷോർ പ്രോജക്റ്റുകൾക്കായി വനിതാ നഴ്സുമാരുടെ 2 ഒഴിവുകളിലേക്കുമാണ് ഹോം കെയർ റിക്രൂട്ട്മെന്റ്. നഴ്സിംഗ് ബിരുദവും സാധുവായ നഴ്സിംഗ് ലൈസൻസും ഉള്ളവരാകണം. HAAD ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് അബുദാബി പരീക്ഷ വിജയിച്ചവരുമാകണം അപേക്ഷകർ. പ്രായപരിധി 35 വയസ്സ്. പ്രഥമ ശുശ്രൂഷ, അടിയന്തര സേവനങ്ങൾ അല്ലെങ്കിൽ ആംബുലൻസ് പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് 1 മുതൽ 2 വരെ വർഷത്തെ അനുഭവപരിചയവും ആവശ്യമാണ്. ബേസിക് ലൈഫ് സപ്പോർട്ട്, BLS, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്, ACLS, പീഡിയാട്രിക് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, PALS എന്നിവയിൽ ഒന്നോ അതിലധികമോ ട്രോപിക്കൽ ബേസിക് ഓഫ്ഷോർ സേഫ്റ്റി ഇൻഡക്ഷൻ ആൻഡ് എമർജൻസി ട്രെയിനിംഗ് എന്നിവയിൽ അനുഭവപരിചയവും അഭികാമ്യമാണ്. ഇലക്ട്രോണിക് ആരോഗ്യരേഖകൾ EHR കൈകാര്യം ചെയ്തും പരിചയമുള്ളവരാകണം. rmt3.knock@kerala.gov.in എന്ന ഇമെയിൽ ഐഡിയിലേക്ക് ഒക്ടോബർ 9 അപേക്ഷ നൽകാവുന്നതാണ്. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം നടത്താൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പുതിയ സംഘത്തെ രൂപീകരിച്ചു. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമവുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിനെ ചുമതലപ്പെടുത്തി. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തി. മെറ്റ പ്ലാറ്റ്ഫോമുകളുടെ ഓഹരിവില കുതിച്ചുയർന്നതോടെ മാർക്ക് സക്കർബർഗ് ഇതാദ്യമായി ലോകസമ്പന്നരിൽ 2ാം സ്ഥാനത്തെത്തി. മെറ്റ പ്ലാറ്റ്ഫോംസിന്റെ ഓഹരിവില കുതിച്ചുയർന്നതോടെ മാർക്ക് സക്കർബർഗ് ഇതാദ്യമായി ലോകസമ്പന്നരിൽ 2ാം സ്ഥാനത്തെത്തി. ബ്ലൂംബെർഗ് ബില്യനെയർസ് ഇൻഡെക്സിലാണ് ഈ സ്ഥാനക്കയറ്റം. ആമസോണിന്റെ ജെഫ് ബെസോസിനെ പിന്നിലാക്കിയാണ് സക്കർബർഗ് മുന്നേറിയത്. ഈ സാമ്പത്തിക വർഷത്തിലെ 2ാം ത്രൈമാസത്തിൽ മെറ്റ ഷെയറുകൾക്ക് 23% കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. വിവിധ കമ്പനികളുടെ ഉടമയായ സക്കർബർഗിന് മറ്റു പല കമ്പനികളിലും ഓഹരി പങ്കാളിത്തവുമുണ്ട്. ലോകസമ്പന്നരുടെ പട്ടികയിൽ 1ാം സ്ഥാനം ടെസ്ല ഉടമയായ ഇലോൺ മസ്കിനാണ്. വാഗ്ദാനം ഓഹരിവില കുതിച്ചുയർന്നതോടെ ദമ്പതികളെ പോലീസ് ഇതാദ്യമായി ലോകസമ്പന്നരിൽ 2ാം സ്ഥാനത്തെത്തി. വയോജനങ്ങളെ യുവത്വത്തിലേക്ക് തിരികെ കൊണ്ടുപോകാമെന്ന് മോഹിപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ദമ്പതികളെ ഉത്തർപ്രദേശ് പോലീസ് തിരയുന്നു. കാൺപൂരിലാണ് സംഭവം. ഡസൻ കണക്കിന് ആൾക്കാരിൽ നിന്ന് 35 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ഇസ്രായേൽ നിർമ്മിത ടൈം മെഷീൻ ഉപയോഗിച്ചുള്ള തെറാപ്പിയിലൂടെ യൗവനം തിരിച്ചു കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം. രാജീവ് കുമാർ ദുബെയും ഭാര്യ രശ്മി ദുബെയുമാണ് റിവൈവൽ വേൾഡ് എന്ന പേരിൽ കാൺപൂരിലെ കിത്വായ നഗറിൽ തെറാപ്പി സെന്റർ തുറന്നത്. ഇസ്രായേലിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മെഷീനിലൂടെ 60 വയസ്സുള്ളവരെ 25 വയസ്സിന്റെ ചെറുപ്പത്തിലേക്ക് മാറ്റുമെന്നാണ് മോഹന വാഗ്ദാനം നൽകിയത്. അന്തരീക്ഷ മലിനീകരണം മൂലം ജനങ്ങൾക്ക് പെട്ടെന്ന് വാർദ്ധക്യമുണ്ടാകുകയാണെന്നും പുതിയ മെഷീനിലൂടെ ഓക്സിജൻ തെറാപ്പിയാണ് നടത്തുന്നതെന്നും വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ്. പല സെഷനുകളായി നടത്തുന്ന തെറാപ്പിക്ക് 6000 രൂപ മുതൽ 90000 രൂപ വരെ ഈടാക്കി. 10 ലക്ഷം രൂപ മുടക്കിയിട്ടും പ്രായത്തിൽ 25 വയസ്സ് പോയിട്ട് 25 ദിവസത്തിന്റെ മാറ്റം പോലും ഉണ്ടായില്ലെന്നു ബോധ്യമായ രേണു സിംഗ് എന്ന സ്ത്രീയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അതോടെ യുവത്വം മോഹിച്ച പലരും പരാതിയുമായി മുന്നോട്ടു വന്നു. തെറാപ്പി നടത്തിയ ദമ്പതികൾ വിദേശത്തേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ച സൂചന. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾ അരങ്ങു തകർക്കുന്നു. പുരാതന ഭാരതീയ വിശ്വാസപ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിന്റെയും വിജയത്തിന്റെയും ഉത്സവമായ നവരാത്രി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായി ആഘോഷിക്കുന്നു. അതിവിശിഷ്ടമായി കണക്കാക്കുന്ന 9 രാത്രികളിലെ അവസാന 3 രാത്രികൾ, അതായത് ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നിവയാണ് പ്രധാനമായും ആഘോഷിക്കുന്നത്. സ്ത്രീശക്തി, മഹാശക്തി, മാതൃത്വം, യുവതി, ബാലിക, ഊർവരത, ഐശ്വര്യം, വിദ്യ തുടങ്ങിയ ഭാവങ്ങളിൽ ആരാധിക്കുന്ന ആദിശക്തിയെ ആരാധിക്കുന്ന നവരാത്രി ആഘോഷങ്ങളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മലയാളികളും ആവേശപൂർവ്വം പങ്കെടുക്കുന്നുണ്ട്. ദുർഗാപൂജ, ദസറ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ആഘോഷത്തിന്റെ അവസാന ദിന പുലരിയിലാണ് പിഞ്ചുകുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തേക്ക് കടന്നുവരുന്നത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ കേരളീയ പാരമ്പര്യമനുസരിച്ചുള്ള വിദ്യാരംഭത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അജ്ഞാനത്തിന്റെ ഇരുട്ടിനെ അകറ്റി അറിവിന്റെ വെളിച്ചം പരത്തുന്ന സുദിനവേളയിൽ എല്ലാ അംഗങ്ങൾക്കും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ഹൃദയം നിറഞ്ഞ ദസറ, വിജയദശമി ആശംസകൾ.
ഇതോടെ ഈ ആഴ്ചയിലെ എയിമ പ്രതിവാര വാർത്താപത്രിക ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഏവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഞാൻ നോയിഡയിൽ നിന്നും ദീപ്തി നായർ സൈൻ ഓഫ് ചെയ്യുന്നു. A1 Coatings will convert your dreams into reality. Give us your dreams, we will give them wings to soar high.